ഗുരുവായൂരപ്പ, ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിലെ സോപാനംകാവല് വനിതാ സെക്യൂരിറ്റി ഇവരുടെ ജോലി സമയവും ശമ്പളത്തിനെ പറ്റിയിട്ടും കുറച്ച് ഭക്തർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വനിതാ സെക്യൂരിറ്റിയുടെ ജോലി എന്ന് പറഞ്ഞാൽ 12 പേരാണ് അവരുണ്ടാവുക. അവർക്ക് 6 പേർക്ക് വീതമാണ് ഓരോ ഷിഫ്റ്റ് കൊടുക്കുക. ആ ഷിഫ്റ്റ് വരുന്നത് രാവിലെ 2:30-ക്ക് എത്തിയിട്ട് പുലർച്ചെ 2:30-ക്ക് എത്തിയിട്ട് നിർമ്മാല്യം 3 മണിക്കാണല്ലോ. അപ്പോഴേക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ നിൽക്കുന്ന ഭാഗത്തെ ക്ലിയറാക്കി 8 മണി വരെയാണ് അവർക്കൊരു ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രീ ആണ്. പിറ്റേ ദിവസം മാത്രമാണ് അവർക്ക് വരണ്ടു. ഈ രണ്ടാമത്തെ ഷിഫ്റ്റ് 8 മണിക്ക് വന്ന ആളുകൾക്ക് ഫുൾ ഡ്യൂട്ടിയാണ് വരുന്നത്. അവർക്ക് അന്ന് രാത്രി നട അടച്ചാൽ മാത്രമേ പോരാൻ പറ്റൂ. അങ്ങനെ ആവുമ്പോൾ ആ ഷിഫ്റ്റ് വീണ്ടും ഇവർക്ക് തിരിച്ച് ഫസ്റ്റ് ഷിഫ്റ്റിന് വീണ്ടും അതായത് 8 മണിക്കാണ് അവർക്ക് വന്നാൽ മതി. അങ്ങനെ ഇവർക്ക് ലീവും കിട്ടുന്ന പോലെയാണ് ഇവരുടെ ഡ്യൂട്ടി ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസത്തെ ഡ്യൂട്ടി ഒരു ദിവസത്തെ ലീവ് പോലെ അങ്ങനെയാണ് അവർക്ക് ആ ഡ്യൂട്ടിയാണ് ഉള്ളത്. പിന്നെ പുരുഷന്മാരുടെ സോപാനംകാവലിന് അവർക്ക് രാവിലെ 2:30-ക്ക് എത്തിക്കഴിഞ്ഞാൽ 2:30 എന്ന് പറഞ്ഞാൽ 2 to ആണ് ഡ്യൂട്ടി പറയുക. ഏകദേശം 2:30-ക്ക് എത്തിക്കഴിഞ്ഞാൽ 3 മണിക്ക് നിർമ്മാല്യം തുറക്കുമ്പോഴേക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പലക പിടിച്ചിടണം, അതിൻ്റെ മുകളിൽ വിരിപ്പ് വിരിക്കണം, അതായത് ചവിട്ടി വിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് അവിടെ 3 മണിയാകുമ്പോഴേക്കൊക്കെ റെഡി ആവണം. അവരുടെ ഡ്യൂട്ടി 8 മണി വരെയാണ്. ആ 8 മണിക്ക് ഫസ്റ്റ് ഡ്യൂട്ടി വരിക, അതായത് 3 to 8. അതിന് ശേഷം വൈകിട്ട് എപ്പോഴാണോ നട തുറക്കുന്നത്, ചിലപ്പം 3:30-ക്ക് തുറക്കുകയാണെങ്കിൽ 3:30 ആകുമ്പോഴേക്ക് അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ട് 7 മണി വരെ, അല്ലെങ്കിൽ 3:30-ക്ക് തുറക്കുന്നതാണെങ്കിൽ 6:30 വരെ നിൽക്കണം. അതാണ് അവരുടെ ഒരു ഷിഫ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡ്യൂട്ടി 8 മണിയാകുമ്പോഴേക്ക് വരണം. അതിനുശേഷം 8 മണിക്ക് വന്ന സെക്കൻഡ് ഷിഫ്റ്റിലെ ആളുകൾ, അത് തുല്യമല്ല, 15 പേരാണ് മൊത്തം സോപാനംകാവലുള്ള. അപ്പോൾ അതുകൊണ്ട് തുല്യമല്ല, എന്നാലും ഏകദേശം 6 ആൾ 7 ആൾ വരെയൊക്കെ ഉണ്ടാവും. ആ ഫസ്റ്റ് ഡ്യൂട്ടിക്കാരുടെ 2:30 to 8 മണി വരെയും, സെക്കൻഡ് ഡ്യൂട്ടിക്കാർ 8 മണി വന്ന് പിന്നെ നട അടയ്ക്കുന്നവരെ, അതായത് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നവരെ ആ സെക്കൻഡ് ഡ്യൂട്ടിക്കാർ. ചിലപ്പോൾ 2 മണിക്കാവും കഴിയുക, ചിലപ്പോൾ 2:30-ക്കാവും, ചിലപ്പോൾ 2:45, 3 മണി വരെയൊക്കെ ആവാം. അത് കഴിഞ്ഞാൽ അവർക്ക് പോയിട്ട് പിന്നീട് അവർ വരേണ്ടത് രാത്രിയാണ്. അവർ വരേണ്ടത് രാത്രി സെക്കൻഡ് ഡ്യൂട്ടിക്കാർ. അതിൻ്റെ ഈ ഫസ്റ്റ് ഡ്യൂട്ടിക്കാരൻ പോയിട്ട് വരേണ്ടത് 3:30-ക്ക് നട തുറക്കുന്ന സമയത്ത്, ഉത്സവ സമയം അങ്ങനെയൊക്കെയുള്ള സമയത്ത് 3:30-ക്കും അല്ലാത്തപ്പോൾ 4:30-ക്കും വന്നിട്ട് 7 മണി വരെ, വൈകിട്ട് 7 മണി വരെ. അതായത് ഫസ്റ്റ് ഡ്യൂട്ടിക്കാരന് രാവിലെ 2:30-ക്ക് വന്ന് 8 മണി വരെ, വൈകിട്ട് 3:30 മുതൽ 6:30 വരെ, അല്ലെങ്കിൽ 4:30 മുതൽ 8 വരെ. അങ്ങനെയാണ് ആ ഡ്യൂട്ടി സമയം. അതിന് ശേഷമാണ് സെക്കൻഡ് ഡ്യൂട്ടിക്കാരന് രാവിലെ 8 മുതൽ നട അടയ്ക്കുന്നവരെ, വൈകിട്ട് 7 മുതൽ നട അടയ്ക്കുന്നവരെ. അതാണ് ഒരു 2 ഷിഫ്റ്റായിട്ടുള്ളത്. അത് കൂടാതെ പിന്നീട് വരുന്ന കുറച്ച് ഡ്യൂട്ടികളുണ്ട്. അതായത് ചോറൂണ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്യൂട്ടി വരും. അന്ന് വന്നാൽ രാവിലെ 5 മണിയാകുമ്പോഴേക്ക് അമ്പലത്തിലെത്തിയിട്ട് ഉച്ചയ്ക്ക് 3 മണി 2:30 2:45 വരെയാണെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കുളിച്ചിങ്ങോട്ട് കയറി 3:30-ക്ക് നട തുറക്കുക വെച്ചാൽ 3:30-ക്ക് എത്തിയിട്ട് പിന്നെ നട അടയ്ക്കുന്നവരെ, അതായത് രാത്രി നട അടയ്ക്കുന്നവരെ. ആ ഒരു ഷിഫ്റ്റ് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ ഇടയിൽ കല്യാണമൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള അത് ചോറൂണിൻ്റെ നെയ്യ് കൊണ്ടേ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വിളക്ക് കത്തിക്കണം ചോറൂണിൻ്റെ അവിടെ. അതിൻ്റെ ഒരു ജോലി കുറച്ച് സമയം കൂടിയതാണ്, അതായത് 16 മണിക്കൂറോളം ഏകദേശം വരും. പിന്നെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് തുലാഭാരത്തിന് വന്നാൽ അവർക്കും ഇതുപോലെ രാവിലെ ഏകദേശം 5 മണി തൊട്ടിട്ടൊരു 2 മണി 2:30 വരെയൊക്കെ
2 മണി ഒക്കെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അവരൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്ന് 3 to 6 സമയത്ത് വൈകുന്നേരം 3 മണിക്ക് വന്നിട്ട് 6 മണി വരെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലേല സാമഗ്രികൾ ഒരുക്കലൊക്കെയാണ് അവരുടെ ഒരു ചുമതല. ലേലം വിളിക്കാൻ വേറെ ആളുകൾ വരും. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൽ പല സമയത്താണ് കേട്ടോ ഇതിൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ ഉണ്ട്. വിളക്ക് കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു ഷിഫ്റ്റ് ഉണ്ട്. അതായത് രാവിലെ 5 മണിക്ക് രാവിലെ 2 മണിക്ക് പുലർച്ചെ 2 മണിക്ക് വിളക്ക് തിരിയിടണം. അത് കത്തിക്കണം. ചുറ്റുവട്ടം, അതായത് ഗുരുവായൂരപ്പൻ്റെ 4 പുറവും, അതുപോലെ ദേവി ഭഗവതിയുടെ അവിടെ, അയ്യപ്പൻ്റെ അവിടെ, അതൊക്കെ കഴിഞ്ഞ് 5 മണിയാകുമ്പോഴേക്ക് കല്യാണത്തിൻ്റെ അവിടെ, ഈ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ എത്തണം. 5 to 9 മണി വരെ അവിടെ. അതിന് ശേഷം വീണ്ടും ഗോപുരം. ഇതിലിപ്പോൾ ഷിഫ്റ്റുകൾ വരുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഗോപുരം തൊട്ടിട്ടാണ് തുടങ്ങുക. ഗോപുരത്തിൽ ഫസ്റ്റ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടി. അത് കഴിഞ്ഞ രണ്ടാമത്തത് കൊടിമരം, ഫസ്റ്റ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടി. പിന്നത്തെ അടുത്ത ഡ്യൂട്ടി തെക്കുപടി മുല എന്ന് പറയും. ആ കൊടിമരത്തിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ ഫസ്റ്റ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ക്യൂ നിയന്ത്രണം. അതും കഴിഞ്ഞാൽ പിന്നെ വടക്കേ നട, അവിടെയും ഫസ്റ്റ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടി. അത് കഴിഞ്ഞാലാണ് തുലാഭാരം വരിക. അത് കഴിഞ്ഞിട്ട് തുലാഭാരം കഴിഞ്ഞിട്ടാണ് വിളക്ക് കല്യാണം വരിക. വിളക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഈ വരുന്ന സോപാനം ഡ്യൂട്ടി വേറെ വരുന്നു. 6 to 2, 2, 6 അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഏത് പൂജകൾ വേണമെങ്കിൽ ഇവർക്ക് ദർശിക്കാം. ഏത് സമയത്ത് വേണമെങ്കിൽ ഗുരുവായൂരപ്പനെ തിരിഞ്ഞു നിന്ന് തൊഴാം. ആ ഒരു കാര്യം ആണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാണ് 6 മാസമാണ് കിട്ടുന്നതെങ്കിലും ആ 6 മാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ, അതായത് ജന്മജന്മാന്തര സുകൃതം കൊണ്ട് ആർജിക്കുന്ന ഒരു സമയമാണത്. അത് കിട്ടുക എന്ന് വെച്ചാൽ മഹാഭാഗ്യമാണ്. അത് കിട്ടാൻ ഗുരുവായൂരപ്പൻ തന്നെ കനിയണം. എന്തായാലും അപേക്ഷിക്കുന്ന ആളുകളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചോട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.